ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ വർക്ക് എഡ്യൂക്കേഷൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ്. പ്ലംബിംഗ് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. മലയാളം മീഡിയം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ട ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് വേണ്ടവർ STD7 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റോ അല്ലെങ്കിൽ STD7 വർക്ക് എഡ്യൂക്കേഷൻ എന്നുള്ള പ്ലേലിസ്റ്റോ എടുത്ത് നോക്കുക. അത് ലഭ്യമാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പാഠം തുടങ്ങുന്ന സമയത്ത് നോക്കൂ, ബിൽഹോവിൻ്റെ ഒരു കൊട്ടേഷൻ അവിടെ തന്നിട്ടുണ്ട്. പ്ലംബിംഗ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് നെസസറി സർവീസസ് ദാറ്റ് പീപ്പിൾ റിലൈ നൗ. ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു സേവനമാണ്, അല്ലെങ്കിൽ ഒരു സർവീസാണ് എന്ത് പ്ലംബിംഗ് എന്ന് പറയുന്നത്. യെസ് അല്ലേ? നമുക്ക് വെള്ളവും ഇതൊന്നും ഇല്ലാതെ നമുക്കിന്ന് ജീവിക്കാനായിട്ട് പറ്റില്ല. അപ്പം നമ്മളുടെ വീട്ടിൽ ടാപ്പൊന്നും ഇല്ലാതെ ഇന്ന് വെള്ളം കോരി ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടോ? ഇല്ല, വളരെ കുറവാണല്ലേ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെയാണ് നമ്മൾ ഈ ഒരു പൈപ്പ് ഫിറ്റ് ചെയ്യുക, അതിലൂടെ വാട്ടർ സർവീസ് നടത്തുക, ഈ കാര്യങ്ങളൊക്കെയാണ് പ്ലംബിംഗ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദ വാട്ടർ വേ. യു ഹാവ് സ്റ്റാർട്ടഡ് വെർട്ടിക്കൽ ഫാമിംഗ് ഇൻ യുവർ സ്കൂൾ, ഹാവിൻറ്റ് യു? ഹൗ വുഡ് യു ഗീവ് ദ റിക്വയർഡ് വാട്ടർ ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ടു ദ പ്ലാന്റ്സ്? അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് വെർട്ടിക്കൽ ഗാർഡനിങ്ങിനെ കുറിച്ചും ഫാമിങ്ങിനെ കുറിച്ചൊക്കെ ആയിരുന്നു. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ കൃഷിക്ക് വേണ്ട വെള്ളം നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? നമ്മളൊരു പൈപ്പൊക്കെ ഘടിപ്പിച്ച് അതുവഴിയായിരിക്കും വെള്ളം പമ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ അതെങ്ങനെ എന്നാണ് നിങ്ങളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം വാട്ടർ സർവീസ് നടത്തുന്ന ഒരു പിക്ചർ കണ്ടോ. ടാപ്പ് പോകുന്നത്, അതിലൂടെ ആണ് വെള്ളം പോകുന്നതിനായിട്ടുള്ള ടാപ്പൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ത്രൂ ആ സർവീസസ് തന്നെ ആയിരിക്കാം നിങ്ങളുടെയും സ്കൂളിൽ ചിലപ്പോൾ വാട്ടർ സപ്ലൈ ചെയ്യാൻ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. Given above is the picture from a school where an effective system is used for watering and fertilizing plants in vertical farming. Compare this with the practice in your school. Let's see how to set up an irrigation system easily without wasting water. അപ്പോൾ ഇതൊരു സ്കൂളിൽ ഉണ്ടാക്കിയിട്ടുള്ള എന്താണ് നമ്മുടെ വെർട്ടിക്കൽ ഫാമിങ്ങിന് ഉണ്ടാക്കിയിട്ടുള്ള വെള്ളം പമ്പ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ്. ഇതിലെന്താണ് വാട്ടർ വേസ്റ്റേജ് ഒന്നും വരുന്നില്ല, വേസ്റ്റ് ആക്കുന്നേ ഇല്ല വാട്ടർ. അപ്പോൾ അങ്ങനെ ഒരു വാട്ടർ വേസ്റ്റ് ആക്കാതെ ഉണ്ടാക്കുന്ന ഒരു വാട്ടർ സർവീസിൻ്റെ ഇറിഗേഷൻ എങ്ങനെ നടത്താമെന്നാണ് നമ്മൾ നോക്കുന്നത്. Plumbing is generally the work of setting up of different systems for the distribution of liquids and gases for various purpose. അപ്പോൾ വാതകങ്ങളോ അല്ലെങ്കിൽ ദ്രാവകങ്ങളോ, അതായത് ലിക്വിഡ്സോ അല്ലെങ്കിൽ ഗ്യാസസോ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിതരണം ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സെറ്റപ്പിനെയാണ്, ആ സിസ്റ്റത്തെയാണ് നമ്മൾ പ്ലംബിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. GI pipes and PVC pipes are generally used for plumbing. Let's take a look at the accessories required to install the pipes. അപ്പോൾ സാധാരണ പ്ലംബിങ്ങിന് യൂസ് ചെയ്യുന്നത് GI പൈപ്പ്സോ അല്ലെങ്കിൽ PVC പൈപ്പോ ആണ്. അപ്പോൾ ഈ പ്ലംബിങ്ങിന് ആവശ്യമുള്ള മറ്റ് റിക്വയേഴ്സ്, ഈ പൈപ്പ് ഫിറ്റ് ചെയ്യുന്നതിന് ആവശ്യമുള്ള മറ്റ് ആക്സസറീസ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ നോക്കൂ, കപ്ലിംഗ് ഈസ് യൂസ്ഡ് ടു ജോയിൻ പൈപ്സ്. ഇറ്റ് ഈസ് റിക്വയർഡ് ടു റിപ്പയർ ബ്രോക്കൺ ഓർ ഡാമേജ്ഡ് പൈപ്പ് ലൈൻസ്. രണ്ട് പൈപ്പുകളെ തമ്മിൽ ജോയിൻ ചെയ്യിക്കാനാണ് കപ്ലിംഗ് ഉപയോഗിക്കുക. സാധാരണയായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ്, പൈപ്പ് പൊട്ടിപ്പോവുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളത് ശരിയാക്കാനായിട്ട് കപ്ലിംഗ് ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ്, എൽബോ ഈസ് യൂസ്ഡ് ടു റീഡയറക്റ്റ് വാട്ടർ ഫ്ലോ ഇൻ എ സ്പെസിഫിക് ഡയറക്ഷൻ. ഒരു പ്രത്യേക ദിശയിലേക്ക് വെള്ളം തിരിച്ചു വിടണമെങ്കിൽ അതിനായിട്ട് യൂസ് ചെയ്യുന്ന ആക്സസറിയാണ് എൽബോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആക്സസറി, ബെൻഡ് ഹാസ് ദ സെയിം യൂസ് ആസ് എൽബോ. Bends are usually used instead of elbows to facilitate the flow of water directly connected to motor. അപ്പോൾ ബെൻഡ് എന്ന് പറയുന്നതും നമ്മളുടെ എൽബോയുടെ അതേ യൂസ് തന്നെയാണ്, അതായത് ഒരു വെള്ളം ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ഡയറക്ഷനിലേക്ക് തിരിച്ചു വിടാനായിട്ട്. ഇത് സാധാരണയായിട്ട് മോട്ടോറുകളിലാണ് യൂസ് ചെയ്യാറുള്ളത്. ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്തത് റെഡ്യൂസർ ഈസ് യൂസ്ഡ് ടു കണക്ട് എ പൈപ്പ് ഓഫ് എ ലാർജർ ഡയമീറ്റർ ഇൻ ടു വൺ ഓഫ് എ സ്മോളർ ഡയമീറ്റർ. ഒരു വലിയ വാവട്ടമുള്ള പൈപ്പിൽ നിന്ന് ചെറിയ വാട്ടമുള്ള പൈപ്പിലേക്ക് പൈപ്പ് തമ്മിൽ ജോയിൻ ചെയ്യിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഇതിലേക്ക് വെള്ളം കടത്തി വിടണമെങ്കിൽ ആ പൈപ്പ്സിനെ ജോയിൻ ചെയ്യിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലെങ്കിൽ ആക്സസറിയാണ് റെഡ്യൂസർ. അടുത്തത് T connector has one inlet and two outlets. It is used to combine water flow from two different pipes into one. ഈ T connector എന്ന് പറയുന്നത് ഒരു ഇൻലെറ്റ്, അതായത് വെള്ളം വരുന്ന ഒരു ഭാഗവും വെള്ളം പോവാനായിട്ട് രണ്ട് ഇൻലെറ്റ്സും രണ്ട് ഭാഗങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ വലിയൊരു പൈപ്പിൽ നിന്ന് രണ്ട് ഭാഗങ്ങളിലേക്കായിട്ട് വെള്ളം ഒഴുക്കി വിടുന്നതിന് യൂസ് ചെയ്യുന്ന ആക്സസറിയാണ് T connector. അടുത്തത് ക്രോസ്. ദ ക്രോസ് ഹാസ് വൺ ആക്സസ് പോയിന്റ് അറ്റ് ഓൾ 4 ഡയറക്ഷൻസ്
One of the access points can be used as inlet and the other three as outlets or vice versa as per requirement. അപ്പോൾ നമ്മൾ ടീ കണക്ടർ പോലെ തന്നെയാണ് ക്രോസിന് പക്ഷേ ഒരു ഇൻലെറ്റും 3 ഔട്ട്ലെറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് വെള്ളം വരും, പിന്നെ ബാക്കി 3 ഭാഗത്തേക്കൂടെ വെള്ളം ഒഴുക്കി വിടുക. അതല്ലാന്നുണ്ടെങ്കിൽ 3 ഭാഗത്തുകൂടെ വെള്ളം വന്നിട്ട് ഒരു ഭാഗത്തുകൂടെ ഒഴുക്കി വിടുക. അങ്ങനെയുള്ള പർപ്പസിനാണ് ക്രോസ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ക്യാപ്സ് ആൻഡ് പ്ലഗ്സ്. ക്യാപ്സ് ആൻഡ് പ്ലഗ്സ് ആർ യൂസ്ഡ് ടു ക്ലോസ് ഓപ്പൺ എൻഡ്സ് ഓഫ് പൈപ്സ് ടെമ്പററിലി ഓർ പെർമനൻ്റ്ലി. പൈപ്പുകളുടെ അറ്റം ഒന്നുകിൽ വായകൾ ഒന്നുകിൽ പെർമനൻ്റ് ടെമ്പററി ആയിട്ടോ സ്ഥിരമായിട്ടോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടോ അടച്ചു വെക്കുന്നതിനായിട്ട് യൂസ് ചെയ്യുന്ന ആക്സസറിയാണ് ക്യാപ്പും പ്ലഗും. Next accessory, wide type connector. It is a 45-degree branch line used to connect pipes at different levels. അപ്പോൾ 2 ലെവലിലുള്ള പൈപ്പുകളെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്, ഒരെണ്ണം താഴെയും ഒരെണ്ണം മേലെയും, അങ്ങനെയുള്ള 2 ലെവലിലായിട്ടുള്ള പൈപ്പുകളെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആക്സസറിയാണ് വൈഡ് ടൈപ്പ് കണക്ടർ. നെക്സ്റ്റ് വാൾവ്സ് ആർ യൂസ്ഡ് ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് വാട്ടർ ഓർ ഗ്യാസ്. വെള്ളത്തിൻ്റെയോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെയോ ഫ്ലോ കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് വാൾവ്. അതായത് വാൾവ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വെള്ളം അല്ലെങ്കിൽ ഗ്യാസ് ഫ്ലോ ചെയ്യും. അത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫ്ലോ നിൽക്കും. അങ്ങനെയാണ് അതിൻ്റെ യൂസ് വരുന്നത്. ഇത്രയും ആക്സസറീസ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്. നമുക്ക് ഇനി അടുത്ത് നോക്കൂ. ലെറ്റ്സ് ഗെറ്റ് ഫെമിലറൈസ്ഡ് വിത്ത് സം ഓഫ് ടൂൾസ് റിക്വയർഡ് ഫോർ പ്ലംബിംഗ്. പ്ലംബിങ്ങിന് ആവശ്യമുള്ള ചില ടൂൾസിനെയാണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത്. ആദ്യത്തേത് പൈപ്പ് റെഞ്ച്. പൈപ്പ് റെഞ്ച് ഈസ് എ ടൂൾ യൂസ്ഡ് ടു ടൈറ്റൻ ആൻഡ് ലൂസൻ എ പൈപ്പ്, വാൾവ്, ടാപ്പ് എക്സെട്ര. ഒരു പൈപ്പോ ടാപ്പോ അല്ലെങ്കിൽ വാൾവോ ടൈറ്റ് ആക്കാനോ ലൂസ് ആക്കാനോ യൂസ് ചെയ്യുന്ന ആക്സസറിയാണ്, അല്ലെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് പൈപ്പ് റെഞ്ച്. നെക്സ്റ്റ്, അഡ്ജസ്റ്റബിൾ സ്പാനർ. A spanner has the same use as a pipe wrench. This device is sufficient for small plumbing purpose. It is light in weight and can be easily handled. അഡ്ജസ്റ്റബിൾ സ്പാനറിനും പൈപ്പ് റെഞ്ചിൻ്റെ അതേ യൂസ് തന്നെയാണ്. അതായത് പൈപ്പോ വാൾവോ ടാപ്പോ ഒക്കെ ടൈറ്റ് ആക്കാനോ ലൂസ് ആക്കാനോ നമ്മൾ അഡ്ജസ്റ്റബിൾ സ്പാനർ യൂസ് ചെയ്യുന്നത്. സാധാരണയായിട്ട് ചെറിയ പ്ലംബിംഗ് പർപ്പസസിനൊക്കെയാണ് നമ്മൾ സ്പാനർ യൂസ് ചെയ്യുക. ഇതിന് വെയിറ്റ് വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, ഹാക്സോ. ദിസ് ടൂൾ ഈസ് യൂസ്ഡ് ഫോർ കട്ടിംഗ് പൈപ്സ്. പൈപ്പ് കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂളാണ് ഹാക്സോ. നെക്സ്റ്റ്, പ്ലെയേഴ്സ് ആർ യൂസ്ഡ് ടു ഫാസ്റ്റൻ ആൻഡ് അൺഫാസ്റ്റൻ പ്ലഗ്സ്. പ്ലഗ്സ് നമ്മൾ അഴിക്കാനോ അല്ലെങ്കിൽ ഇട്ട് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് പ്ലെയേഴ്സ്. പ്ലഗ്സ് അറിയാമല്ലോ, നമ്മൾ ടാപ്പൊക്കെ അടച്ചു വെക്കുന്ന ഇൻസ്ട്രുമെൻ്റ് അല്ലേ. അപ്പോൾ അത് അഴിക്കാനോ അല്ലെങ്കിൽ ഇടുന്നതിനോ യൂസ് ചെയ്യുന്നതാണ് പ്ലെയേഴ്സ്. അടുത്ത ടൂള് സ്ക്രൂ ഡ്രൈവർ. എ സ്ക്രൂ ഡ്രൈവർ ഈസ് എ ടൂൾ യൂസ്ഡ് ടു ടൈറ്റൻ ആൻഡ് ലൂസൻ ദ സ്ക്രൂസ് നീഡഡ് ടു അറ്റാച്ച് ദ ക്ലാംസ്. ക്ലാമ്പുകൾ ഘടിപ്പിക്കുന്നതിനുള്ള സ്ക്രൂ ടൈറ്റ് ആക്കാനോ ലൂസാക്കാനോ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് സ്ക്രൂ ഡ്രൈവർ. ഇനി ഒരു ആക്ടിവിറ്റിയാണ്, അതായത് ഒരു പ്ലംബിംഗ് ആക്ടിവിറ്റിയാണ്. ലെറ്റ്സ് മേക്ക് എ മോഡൽ ഓഫ് പ്ലംബിംഗ് വാട്ടർ ആൻഡ് ഫെർട്ടിലൈസർ ടു വെർട്ടിക്കൽ ഫാമിംഗ് ട്രവേഴ്സ് യൂസിങ് ദ മെറ്റീരിയൽസ് ഗിവൺ ബിലോ. നമ്മളുടെ സ്കൂളിലുള്ള വെർട്ടിക്കൽ ഫാമിങ്ങിലേക്ക് ആവശ്യമുള്ള വെള്ളം എത്തിക്കുന്നതിനുള്ള പ്ലംബിംഗ് ആണ് നമ്മളിനി ചെയ്യുന്നത് കേട്ടോ. അതിന് വേണ്ട മെറ്റീരിയൽസ് 3/4 ഇഞ്ച് ഓഫ് PVC പൈപ്പ്, 1/2 ഇഞ്ച് ഓഫ് PVC പൈപ്പ്, എൽബോ, റെഡ്യൂസർ, സ്റ്റോപ്പർ, ഫെർട്ടിഗേഷൻ ടാങ്ക്. എങ്ങനെയാണ് ചെയ്യുന്നത്? അറേഞ്ച് ദ ഫെർട്ടിഗേഷൻ ടാങ്ക് അറ്റ്ലീസ്റ്റ് 2 മീറ്റർ ഹൈറ്റ്. നമ്മുടെ ഫെർട്ടിഗേഷൻ ടാങ്ക് അറ്റ്ലീസ്റ്റ് 2 മീറ്റർ എങ്കിലും ഹൈറ്റ് വേണം. ഫിക്സ് ദ ഫസ്റ്റ് ടവർ 1 മീറ്റർ അവേ ഫ്രം ദ ടാങ്ക്. ഫിക്സ് ദ സെക്കൻഡ് ടവർ ഇൻ സച്ച് എ വേ ദാറ്റ് ദ സെൻറ്റർ ഓഫ് ദ സെക്കൻഡ് ടവർ ഈസ് 1 meter away from the first tower. Complete the plumbing work by fitting the pipes with accessories so that the water flows smoothly from the tank to the tower. 2 ടാങ്ക് വേണം നമുക്ക്. അതിനനുസരിച്ച് ഒരു ടാങ്ക് 2 മീറ്റർ എങ്കിലും ഹൈറ്റ് വേണം. മറ്റേത് രണ്ടാമത്തെ ടാങ്കിൽ നിന്ന് 1 മീറ്റർ താഴേക്ക് വേണം ഇറക്കാനായിട്ട്. അപ്പോഴേ വെള്ളം എന്താവുള്ളൂ, ഈസിലി ഫ്ലോ ആവുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങളിത് സ്കൂളിൽ ചെയ്ത് നോക്കുക. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ദാറ്റ് യുവർ മോഡൽ പോസസ്? ഡ്രോ എ സ്കെച്ച് ഓഫ് ദ മോഡൽ യു ഹാവ് പ്രിപ്പയർഡ്. നിങ്ങൾ ഉണ്ടാക്കിയ മോഡലിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയ മോഡലിൻ്റെ ഒരു സ്കെച്ചും തയ്യാറാക്കുക. Precautions. The main valve should be closed before repairing or installing irrigation tank system. ഇറിഗേഷൻ സിസ്റ്റം തുറക്കുന്നതിന് മുന്നേ ആയിട്ട്, റിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് മെയിൻ വാൾവ് എന്ത് ചെയ്യണം, അടയ്ക്കണം. അല്ലെങ്കിൽ എന്താണ്, വാട്ടർ ഫ്ലോ ചെയ്യും അല്ലേ. ദെൻ പ്രിക്വേഷൻസ് ഷുഡ് ബി ടേക്കൺ വൈൽ കട്ടിങ് ആൻഡ് റിപ്പയറിംഗ് പൈപ്സ്. പൈപ്പ് കട്ട് ചെയ്യുകയും റിപ്പയർ ചെയ്യുമ്പോഴൊക്കെ എന്ത് വേണം മക്കളെ, അതിനുള്ള പ്രിക്വേഷൻസ് എടുക്കണം. അതായത് കയ്യിലൊന്നും തട്ടാനൊന്നും പാടില്ല. സ്യൂട്ടബിൾ ഗ്ലൗസ് ഷുഡ് ബി വോൺ ടു പ്രൊട്ടക്ട് ഹാൻഡ്സ് ഫ്രം ഹാംഫുൾ കെമിക്കൽസ്. അതുപോലെ കയ്യിൽ നല്ല അത്യാവശ്യത്തിലുള്ള ഗ്ലൗസ് ഇടണം, കെമിക്കൽസ് ഒന്നും ആവാതിരിക്കാനുള്ള ഗ്ലൗസ് ഇടണം. യൂസ് മാസ്ക് ടു അവോയ്ഡ് റെസ്പിറേറ്ററി ഇഷ്യൂസ്. അതുപോലെ മാസ്ക് ഉപയോഗിക്കണം. പ്രോപ്പർ ലൈറ്റിംഗ് ഷുഡ് ബി എൻഷ്യൂർഡ് വെൻ വർക്കിംഗ് ഇൻ ഡാർക്ക് ഓർ കൺഫൈൻഡ് സ്പേസസ്. ഇരുട്ടുള്ള പ്രദേശത്തോ വെളിച്ചം കുറഞ്ഞ പ്രദേശത്തോ ഒക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ലൈറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യണം. വെർട്ടിക്കൽ ഫാം ഫെർട്ടിഗേഷൻ. എന്താണ് വെർട്ടിക്കൽ ഫാം ഫെർട്ടിഗേഷൻ എന്ന് അവിടെ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കൂ.
In vertical farm fertigation, nutrients are made available to the plants in liquid form. It is a specialized irrigation system that delivers a nutrient-rich solution to the roots of plants growing on vertical surfaces. This method helps to ensure that plants get all the necessary nutrients they need for their healthy growth. നമ്മൾ ഈ വെർട്ടിക്കൽ ഫാമിങ്ങിലൊക്കെ ഈ സസ്യങ്ങൾക്ക് അല്ലെങ്കിൽ പ്ലാന്റ്സിന് നമ്മൾ എന്ത് ചെയ്യണം, അവയ്ക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും ന്യൂട്രിയൻസും ഒക്കെ ലിക്വിഡ് രൂപത്തിൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ, അതെ, ലിക്വിഡ് ഫോമിൽ കൊടുക്കുന്ന എന്താണ് ഫെർട്ടിലൈസേഷനും അതുപോലെ വാട്ടറും, ഈ കാര്യത്തെയാണ് നമ്മൾ വെർട്ടിക്കൽ ഫാം ഫെർട്ടിഗേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഇറിഗേഷൻ സിസ്റ്റമാണ് നടത്തുന്നത്. അതായത് പ്ലാന്റ്സിന് അവയ്ക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻ സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു, അതിൻ്റെ റൂട്ടിലേക്ക് നേരിട്ട് എത്തിക്കുന്നു. ഈ മെത്തേഡിൽ പ്ലാന്റ്സിന് വളരാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ഉറപ്പുവരുത്തുന്ന രീതിക്കാണ് ഈ വെർട്ടിക്കൽ ഫാം ഫെർട്ടിഗേഷൻ ഉണ്ടാവുന്നത്. Let's find out the features of various irrigation system. Which irrigation system do you use for farming? Why? നിങ്ങൾ ഏത് ഇറിഗേഷൻ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്, എന്തുകൊണ്ട് എന്ന് നിങ്ങൾ എഴുതി കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടേത് മാറ്റം ഉണ്ടായിരിക്കും, അതിനനുസരിച്ച് അത് എഴുതി കൊടുക്കുക. ഇനി അടുത്തത് ഗെയിൻസ് അവിടെ തന്നിട്ടുണ്ട്, നോക്കൂ. I know the different materials needed to fit the pipes. പൈപ്പുകൾ ഫിറ്റ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് അറിയാമെന്നാണെങ്കിൽ ആദ്യത്തെ ഇമോജിക്ക് ടിക്ക് ഇടുക. കുറച്ചൊക്കെ അറിയാമെന്നാണെങ്കിൽ സെക്കൻഡ് ഇമോജി, തീരെ അറിയില്ലെങ്കിൽ ലാസ്റ്റ് ഇമോജിക്ക് ടിക്ക് ഇടുക. ഐ ക്യാൻ പ്രിപ്പയർ എ സിമ്പിൾ ഇറിഗേഷൻ സിസ്റ്റം. നിങ്ങൾക്ക് തനിയെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഇറിഗേഷൻ സിസ്റ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുണ്ടെങ്കിൽ ഫസ്റ്റിലെ കോളത്തിൽ ടിക്ക് ഇടുക. കുറച്ചൊക്കെ അറിയാമെന്നാണെങ്കിൽ സെക്കൻഡ് കോളത്തിൽ ടിക്ക് ഇടുക. തീരെ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, തേർഡ് കോളത്തിൽ ടിക്ക് ഇടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനായിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള പാഠമാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 7ാം ക്ലാസ്സിലെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്